വയനാട് ജില്ലയിൽ പൂക്കോട് ഒരു വിദ്യാർത്ഥി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട വിഷയത്തിൽ ഇപ്പോഴും മുഴുവൻ പ്രതികളും പിടിക്കപ്പെട്ടിട്ടില്ല. SFI ആണ് ആ സംഭവത്തിന് പുറകിലെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ള പ്രതികൾ മുഴുവനും തന്നെ പ്രധാനപ്പെട്ട പ്രതികളല്ല എന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നു. മാത്രമല്ല സഹപാഠികളായിട്ടുള്ള ചില ആളുകൾ പറയുന്നു. പ്രതികളെ ഇത്രയും ദിവസം സംരക്ഷിച്ചത് CPM നേതൃത്വമാണെന്ന് എല്ലാവർക്കും അറിയാം. SFI നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഭീകരപ്രവർത്തനമാണ് ആ കുട്ടിയോട് കാണിച്ചിട്ടുള്ളത്. കേരളം ഒന്നാകെ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട വിഷയമാണ്. ഒരു കുട്ടിയെ പരസ്യ വിചാരണ ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തി കെട്ടിത്തൂക്കുക എന്നുള്ള പ്രാകൃതമായിട്ടുള്ള നടപടിയാണ് SFI നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. അറസ്റ്റ് ചെയ്ത ഇപ്പോഴത്തെ പ്രതികൾക്കെതിരായിട്ട് പോലീസ് ചാർജ് ചെയ്ത കേസ് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റമല്ല ചുമത്തേണ്ടത്, കൊലപാതക കുറ്റമാണ്, കൊലക്കേസാണത്. ആ കൊലക്കേസ് ചുമത്തിക്കൊണ്ടല്ല ഇപ്പോൾ പ്രതികളെ രക്ഷപ്പെടുത്തിയത്. അവർക്ക് വളരെ പെട്ടെന്ന് ജാമ്യം കിട്ടാൻ സാധിക്കുന്ന രീതിയിലുള്ള ദുർബലമായിട്ടുള്ള വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി പ്രതികൾക്കെല്ലാവർക്കും രക്ഷപ്പെടാനുള്ള അവസരം പോലീസ് ചെയ്യുകയാണ്. CPM നേതൃത്വം ഈ പ്രതികളെ സംരക്ഷിക്കുകയാണ്. കേരളത്തിലെ CPM നേതൃത്വം ഇതിന് ജനങ്ങളോട് മറുപടി. SFI എന്ന് പറയുന്ന ഒരു കൂട്ടം ക്രിമിനലുകളെ കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് അഴിച്ചുവിട്ട് ഭീകരപ്രവർത്തനം നടത്താൻ വേണ്ടി, മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടി ആണ് ശ്രമിക്കുന്നത്. ഈ SFIക്കാരെ കേരളത്തിലെ ഗവർണർ ക്രിമിനലുകളാണ് എന്ന് വിളിച്ചപ്പോൾ വലിയ തോതിൽ നൊന്തവരാണല്ലോ CPM നേതൃത്വം. ഇതിനേക്കാൾ വലിയ ക്രിമിനൽ ആക്ടിവിറ്റി കേരളത്തിൽ എന്താണുള്ളത്? ഒരു വിദ്യാർത്ഥി സംഘടന, അതും റാഗിങ്ങിനെതിരായിട്ട് പരസ്യമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു വിദ്യാർത്ഥി സംഘടന പരസ്യമായി ഒരു വിദ്യാർത്ഥിയെ വിചാരണ ചെയ്ത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ടുള്ള നടപടി ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? രാജ്യത്തിലെ പല സർവകലാശാലകളിലും പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്തപ്പോൾ അതിനെയെല്ലാം പർവ്വതീകരിച്ചുകൊണ്ട് വലിയ തോതിൽ നിലപാട് സ്വീകരിച്ചവരാണല്ലോ കേരളത്തിലെ ബുദ്ധിജീവികളും ഇടതുപക്ഷമൊക്കെ. അവരെല്ലാം അവിടെ പോയി. ആ വിദ്യാർത്ഥിയോടും വിദ്യാർത്ഥിയുടെ കുടുംബത്തോടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സാംസ്കാരിക പ്രവർത്തനത്തിന് 4 വരി പ്രസ്താവന നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കേരളത്തിന് വെളിയിലാണെങ്കിൽ നെടുങ്കൻ പ്രസ്താവന വരേണ്ട സമയമായല്ലോ. ഹൈദരാബാദിലെ രോഹിത് വെമുലക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയവരും സംസാരിച്ചവരും പ്രസ്താവന ഇറക്കിയവരും ലേഖനം എഴുതിയവരും എല്ലാം എവിടെ പോയി? എന്തേ സിദ്ധാർത്ഥിന് വേണ്ടി ഒരു തുള്ളി കണ്ണീരൊഴുക്കാൻ ഈ സാംസ്കാരിക നായകന്മാരാരും തയ്യാറാക്കാത്തത്? അതുകൊണ്ട് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് SFI എന്ന് പറയുന്നത്. കേരളത്തിൽ ഇത്തരം ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ്. അതുകൊണ്ട് CPM ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ SFIയെ പിരിച്ചുവിടാൻ തയ്യാറാകണം. കേരളത്തിലെ ഓരോ ക്യാമ്പസുകളിലും ഇത്തരം ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് SFI. ആ സംഘടനയെയും കൊണ്ട് ഇനി CPMന് മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത്. അത് ജനാധിപത്യത്തോടും ഭരണഘടനയോടും നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥാപിത നിയമ സംവിധാനത്തോടുമുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഈ ക്രിമിനൽ സംഘത്തെ പിരിച്ചുവിടാൻ CPM നേതൃത്വം തയ്യാറാകണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഇത്തരം ക്രിമിനൽ പ്രവർത്തനം ഇനി ക്യാമ്പസിൽ അനുവദിക്കപ്പെടാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് അടിയന്തരമായി ആ കാര്യത്തിൽ CPM നേതൃത്വം നിലപാട് വ്യക്തമാക്കണം എന്നുകൂടി BJP ആവശ്യപ്പെടുകയാണ്. മുഴുവൻ പ്രതികളെയും പിടികൂടണം. CPM നേതൃത്വമാണ് പ്രതികളെ സംരക്ഷിക്കുന്നത്. CPM ഓഫീസുകൾ റെയ്ഡ് ചെയ്താൽ മുഴുവൻ പ്രതികളെയും കിട്ടും. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവരെല്ലാവരും CPM ഓഫീസിലാണ് കേന്ദ്രീകരിച്ചത്. അതുകൊണ്ട് വയനാട്ടിലെ കോഴിക്കോട്ടെയും പല CPM ഓഫീസുകളും റെയ്ഡ് ചെയ്താൽ ഈ പ്രതികളെ എല്ലാവരെയും കിട്ടും. അതിന് പോലീസ് തയ്യാറാകണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്.